നമസ്കാരം. ജൂൺ 10 മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ജൂൺ ആദ്യ ആഴ്ചയിൽ തന്നെ ഇവരുടെ ഭാഗ്യം ആരംഭിക്കുകയായി. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു സമയം ആയിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് ഈ നക്ഷത്ര ജാതകർ അത്യുന്നതങ്ങളിൽ എത്താം. പണത്തിൻ്റെ സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറും. ഈ നക്ഷത്ര ജാതകർ രാത്രിയും പകലും പോലെ സുഖദുഃഖങ്ങൾ മാറിയും മറിഞ്ഞും ഇവർക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ഈ നക്ഷത്ര ജാതകർ വിചാരിച്ച കാര്യം ഉറപ്പായും സാധിക്കും. ഇവരുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കും. കുലദൈവത്തെ പൂജിക്കണം ഈ നക്ഷത്ര ജാതകർ. വളരെയധികം എതിർപ്പുകളെ നേരിടേണ്ടി വരും, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഈശ്വരഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക. ഏത് കാര്യവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് അത് സാധ്യമാകും. പ്രധാനമായും ഈ നക്ഷത്ര ജാതകർ ഒരു വലിയ വീട് വയ്ക്കും. ഇന്നത്തെ ഈ അവസ്ഥയൊക്കെ മാറും. ഈ നക്ഷത്ര ജാതകർക്ക് എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഈ ഒരു അവസ്ഥ ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ്. ഞെട്ടിക്കുന്നത് പലതും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ്. ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും. അതൊരു പക്ഷേ ഒരു വലിയ വീട് വയ്ക്കുന്ന കാര്യമാകാം. വലുതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വീട്ടിലേക്ക് ഇവർ കയറി താമസിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ആശകളൊക്കെ നടക്കുന്ന സമയം. വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മുന്നോട്ട് പോവുക. ഉറപ്പായും നിങ്ങൾക്ക് ഭാഗ്യമാണ്. വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇത് 100% കറക്റ്റായിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുലദൈവത്തെ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ആരായിരിക്കും കുലദൈവത എന്ന്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികർ പൂജ നടത്തിയിരുന്ന ക്ഷേത്രം, അത് കുലദൈവ ക്ഷേത്രമായിരിക്കും. ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നതിന് അപ്പുറമുള്ള ഒരു ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് വന്നു തരിക. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, തിരുമേനി ഇന്ന പോലെ ഞാൻ പാവമല്ലേ, എനിക്കിപ്പം വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെ വലിയൊരു പണക്കാരനായിത്തീരും? നമ്മൾ ഈ ഒരു സമയത്ത് വേണ്ടും വിധം ചില പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചൊല്ലി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെ സാധിക്കുന്നതായി കാണുവാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയായിരിക്കും. എല്ലാ രീതിയിലും ഉയർച്ച തന്നെയായിരിക്കും. ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജ ചെയ്യുന്നതാണ്. നാളെ ചൊവ്വാഴ്ചയാണ്. അതിരാവിലെ പൂജ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിത് എഴുതിയെടുത്തിട്ട് നാളെ രാവിലത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. ഉറപ്പായും അതിൻ്റെ ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത ഭാഗ്യ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാരാണ്. നമുക്കറിയാം, ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും കഴിഞ്ഞ കുറേ നാളുകളായി വളരെയേറെ പ്രശ്നമായിരുന്നു. എത്ര പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ധനപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ. എവിടെ ചെന്ന് കയറിയാലും ധനത്തിൻ്റെ ഒരു വലിയ വിഷമതകൾ തന്നെയാണ് അനുഭവിക്കുന്നത്. എവിടെന്നെങ്കിലും ഇത്തിരി പൈസ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ചിലവാകുന്നു. എന്നാൽ ദുരിത ദുഃഖങ്ങളോ അതിനും അപ്പുറം. ക്ഷേത്രദർശനം നടത്തുന്നുണ്ട്, വഴിപാടുകൾ നടത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഒരു ഉയർച്ച ഇവർക്ക് വന്നു ചേരുന്നില്ല. എന്നാൽ കർക്കിടകക്കൂറിലെ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ഭാഗ്യമാണ്. വ്യാഴം അനുകൂലമാവുകയാണ്. ശനി എല്ലാ ദുരിത ദുഃഖങ്ങളും നീക്കാൻ പോവുകയാണ്. ബുധൻ്റെ എല്ലാ ഗുണാനുഭവവും ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ
അല്പസ്വല്പ നിരാശകൾ ഉണ്ടായിട്ടുള്ള സമയം തന്നെയാണ് ഈ ഒരു സമയം. എന്നാൽ ഇനി അങ്ങോട്ട് വലിയ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും. വലിയ വലിയ നേട്ടമാണ് വരാനിരിക്കുന്നത്. പങ്കാളിയുമായി വലിയ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം, പങ്കാളിയിൽ നിന്നും വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം, വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന സമയം. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയമാണിത്. ഒരു സ്നേഹിതൻ്റെ, ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരും. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചും ഗുരുവും അനുകൂലമാകും. അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. സ്നേഹിതനെ വിശ്വസിക്കുക, അവൻ നിങ്ങളെ സഹായിക്കും, കൂടെ ഉണ്ടാകും. അത്രയധികം സ്നേഹത്തോടെ നിങ്ങളും അയാളെ സ്നേഹിക്കുക, സ്നേഹത്തോടും വിശ്വാസത്തോടും മുന്നോട്ട് പോവുക. തീർച്ചയായും വലിയൊരു സൗഭാഗ്യം, വലിയ നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് കുംഭക്കൂറിലെ അവിട്ടവും ചതയവും പൂരുരുട്ടാതിയുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആരെങ്കിലും അവിട്ടോ ചതയോ പൂരുരുട്ടാതി ഉണ്ടെങ്കിലോ ഒന്ന് പറയണേ, നിങ്ങൾ സങ്കടം അനുഭവിച്ചല്ലേ നീങ്ങുന്നത്? എത്രമാത്രം ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് നിങ്ങൾ നീങ്ങുന്നത്? എന്നാൽ ഇവരെ സംബന്ധിച്ച് ശനിയുടെ ഒരു അനുകൂലത ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു. വരുന്ന 20 ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജാതകർ കേൾക്കും. കുംഭക്കൂറിലെ അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും 20 ദിവസത്തിനുള്ളിൽ, വെറും 20 ദിവസത്തിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കും. സൽപ്രവർത്തികൾ ചെയ്യുക, ധനനേട്ടമുണ്ടാകും, വലിയ വീട് വയ്ക്കും. വിരോധികളൊക്കെ സ്നേഹിതരായി നിങ്ങളുടെ അടുത്ത് കൂടുന്ന സമയമാണ്. ജീവിതത്തിലെ ഒത്തിരി സൗഭാഗ്യം, ഒത്തിരി നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ കിരീടം വയ്ക്കാതെ രാജാവായി വാഴാൻ യോഗമുള്ളവരാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും. നിങ്ങൾ കൊതിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും, ഞാൻ ഇന്നീ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ചില വഴിപാടുകൾ നടത്തണം. ഒന്നാമത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിത്യവും ഗണപതിയെ പ്രാർത്ഥിക്കുക. നിത്യവും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. 2, മാസത്തിലൊരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക. മനസ്സിലായല്ലോ? ഗണപതി ഹോമം. തേങ്ങ ഉടയ്ക്കുക, അതുപോലെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ മോദകം വാർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ 2ാമത് നവഗ്രഹ ആരാധന. നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജ നടത്തുക. ദേവീക്ഷേത്രത്തിൽ ബഗ്ലാമുഖി അർച്ചന, ശത്രുശല്യം ധാരാളമുണ്ട്, അപ്പോൾ ബഗ്ലാമുഖി അർച്ചന കൂടി നടത്തുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നല്ലോണം പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വരുന്ന കുറച്ച് നാളിനകം അതീവ സമ്പന്നതയിലെത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമം കൂടി നടത്തുക. തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെ വലിയ സൗഭാഗ്യത്തിൻ്റേതാണ്, വളരെ വലിയ നേട്ടത്തിൻ്റേതാണ്. അങ്ങനെ തന്നെ സംഭവിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണ്ട, അമ്മ പൊൻവലം കാലിനാൽ